എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, ഒരു ചെറിയൊരു പഴംപൊരി ഉണ്ടാക്കാൻ പോകുന്നു. ഇവിടെ പഴംപൊരി എന്ന് പറയും, ഞങ്ങൾ കൊല്ലക്കാരൊക്കെ വാഴയ്ക്കാപ്പം എന്നൊക്കെ പറയും. കണ്ടില്ലേ, നമുക്കിതൊന്നും ഉണ്ടാക്കാം. ഒരേ ഏത്തയ്ക്ക വെച്ച് എത്ര പഴംപൊരി ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പഴംപൊരി വാങ്ങിക്കുമ്പോൾ ഒരു പഴംപൊരി 10 രൂപയ്ക്കാണ് വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ 20 രൂപയ്ക്കൊക്കെ ആയിരിക്കും. ഇവിടെ എറണാകുളത്തൊക്കെ ഈ ഒരു പഴംപൊരി 20 രൂപയ്ക്കൊക്കെ വാങ്ങിക്കുന്നത്. ഇതുണ്ട്, നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് ഇത് എത്ര പഴംപൊരി ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. ഓക്കെ, കണ്ടില്ലേ, ഒരു പഴം വെച്ച് 4 പഴംപൊരി 2, 4, 6, 8. ഒരു പഴംപൊരിക്ക് ഒരു പഴത്തിന് കച്ചവടക്കാർക്ക് കിട്ടുന്നത് 80 രൂപ കിട്ടും, 20 രൂപ വെച്ച്. കണ്ടില്ലേ, 2, 4, 6, 8, 80 രൂപ. നമുക്കിത് പൊരിച്ചെടുക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, മൈദാമാവും, ഞാൻ കടലമാവും കൂടെ ചേർക്കും, കുറച്ച് എള്ള് ചേർക്കും, ഉപ്പ്, ഒരു നുള്ളു പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാൻ, വേണ്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ല മധുരമുള്ള ഏത്തപ്പഴമാണ്. ഓക്കെ, നമുക്കിതൊന്ന് പൊരിക്കാനുള്ള മാവ് കലക്കാം. ഇതുണ്ട്, ഒരു സ്പൂൺ മൈദാമാവ്, കുറച്ച് കടലമാവ്, നല്ല മുരുമുരായിരിക്കും കേട്ടോ. കടലമാവ് കുറച്ച് ചേർത്ത്, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് എള്ള്. ഓക്കെ, നമുക്കിത് കുഴച്ചെടുക്കാം. വെള്ളം നോക്കി വേണം കേട്ടോ, നല്ല കട്ടിക്കിരിക്കണം പഴംപൊരി ഉണ്ടാക്കുമ്പോൾ. എല്ലാവർക്കും അറിയാം, എന്നാലും ഞാനൊന്ന് കാണിക്കുന്നതേ ഉള്ളൂ, ഒരു രസം. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതേ കണക്കിരിക്കണം. കണ്ടില്ലേ, എന്നാലും ചിലവർക്കൊന്നും അറിയത്തില്ല കേട്ടോ. നമ്മൾ ഈ പറയുന്നെങ്കിലും പഴംപൊരിയൊക്കെ ചിലവർക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർക്കാം, വേണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ മാവൊക്കെ ഞാൻ ശകലം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം. നല്ല കട്ടിക്കിരിക്കണം മാവ് കേട്ടോ, എന്നാലേ പഴംപൊരി തിന്നുമ്പോൾ ഒരു സുഖമുള്ളൂ. അതെ, ഇങ്ങനെ കട്ടിക്കിരിക്കണം. നമുക്ക് എണ്ണയിലോട്ടിടാം. ഓക്കെ, കണ്ടില്ലേ, ഇതേപോലെ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഇച്ചിരി എള്ളൊക്കെ ഇട്ടാൽ നല്ല രസമാണ് കഴിക്കാനേ. അപ്പോൾ നമുക്ക് ഒരു പഴം വെച്ച് നമുക്ക് 4 പഴംപൊരി ഉണ്ടാക്കി ഒരു കട്ടനും ഇട്ട് കുഴിക്കാം. നമ്മുടെ പഴംപൊരി എല്ലാം ഇവിടെ റെഡി ആയിക്കൊണ്ടേയിരിക്കുന്നു. നല്ല സൂപ്പർ, നല്ല മൊരിഞ്ഞ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പലഹാരമാണ് പഴംപൊരി കേട്ടോ. എവിടെ പോയാലും എനിക്ക് ഏറ്റവും ഞാൻ കഴിക്കുന്നത് പഴംപൊരിയാണ്, ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. കടലമാവ് ചേർത്ത് വേണം പഴംപൊരി ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോഴാണ് നല്ല രുചിയാണ് കഴിക്കാൻ. നല്ല മുരുമുരായിരിക്കുകയും ചെയ്യും, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. കണ്ടില്ലേ, ഒരേ ഒരു പഴം വെച്ച് നല്ല തിക്കായ ഒരു പഴംപൊരി ചൂട് ഉണ്ടാക്കിയതുണ്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, ഈസിയാണ്. ഇതാ ഉണ്ടാക്കാൻ ഒരു 5 മിനിറ്റ് പോലും വേണ്ട ഒരു പഴംപൊരി ഉണ്ടാക്കാം കേട്ടോ. ചൂടോടെ കഴിക്കാം. ദിലീപ് പറയുന്ന കണക്ക് പഴംപൊരിയും ബീഫും സൂപ്പറായിരിക്കും എന്ന് പറയും. നമ്മൾ കഴിച്ചിട്ടില്ല, പക്ഷെ നമുക്കിപ്പോൾ ഇതൊന്നും വേണ്ട, നമുക്ക് ഇതിങ്ങനെ തന്നെ കഴിക്കാം. ഞാൻ പഞ്ചസാരയൊന്നും ഇട്ടില്ല കേട്ടോ, ഏത്തയ്ക്ക നല്ല മധുരമുണ്ട്. ഓക്കെ, താങ്ക് യു. അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.